ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ആപ് ജയ്സെ കോയി എന്ന് പറഞ്ഞ ഒരു ഹിന്ദി മൂവിയാണ്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ മൂവി എക്സ്പ്ലേഷൻ വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ നായകനായ ശ്രീ രേണുവിന്റെ കുട്ടിക്കാലമാണ്. അവനൊരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നു. എന്നാൽ അവളാകട്ടെ അവൻ റിജക്ട് ചെയ്യുകയാണ്. വലിയ ഗ്ലാമർ ഒന്നും ഇല്ലാത്ത ഇവള് പോലും തന്നെ റിജക്ട് ചെയ്യുന്ന കാരണം ശ്രീ രേണു ആകട്ടെ ആകെ സങ്കടത്തിലായി. ചെറുപ്പത്തിൽ കിട്ടിയ ആ ഒരു റിജക്ഷൻ ആണെങ്കിൽ അവന് പിന്നീട് പലതവണയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നായകൻ വളർന്നു വലുതായി, കുറച്ചധികം വലുതായി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. 42 വയസ്സുണ്ട് നമ്മുടെ നായകന്. പക്ഷെ ഇതുവരെയായിട്ടും വിവാഹം നടന്നിട്ടില്ല. ഒരു സംസ്കൃത അധ്യാപകനായിരുന്നു ശ്രീരേണു. വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുവരെയായിട്ടും ഒരു റിലേഷൻഷിപ്പിലും പോയി പെട്ടിട്ടില്ല. അവനൊരു വെർജിൻ ആണ്. ഇത് അവന്റെ സഹോദരൻ ബാനുവാണ്. അവൻ ശ്രീനെ എപ്പോ നോക്കിയാലും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചുകൊണ്ടിരിക്കും. ഇത് ശ്രീയുടെ ചേട്ടന്റെ ഭാര്യ കൊസം. സ്വന്തമായിട്ട് ഒരു അച്ചാർ ബിസിനസ് തുടങ്ങണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാൽ അവരുടെ ഹസ്ബൻഡ് ബാനു ആണെങ്കിൽ അതിനൊന്നും വലിയ സപ്പോർട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തിനും അവർ സ്ത്രീയോടാണ് അഭിപ്രായം ചോദിക്കുന്നത്. സ്ത്രീക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പലയിടത്തു നിന്നും ആലോചന കൊണ്ടുവരുന്നതും കുസുമമായിരുന്നു. 42 വയസ്സുള്ളത് ഒരു 39 ആക്കി എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്നാണ് അവർ അവനോട് പറയുന്നത്. എന്നാൽ താനാണെങ്കിൽ ആരോടും കള്ളം പറയാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനുള്ള സത്യം അവൻ എല്ലാവരോടും തുറന്നു പറയും. അത് കാരണം പല ആലോചനകളും മുടങ്ങും. സ്ത്രീ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികൾ പോലും ഇയാൾ എപ്പോഴും വെർജിനായിട്ടാണ് ഇരിക്കുന്നത് പറഞ്ഞിട്ട് ആ ഒരു കാരണം പറഞ്ഞ് അയാളെ കളിയാക്കും. എന്നാൽ സ്ത്രീക്കാണെങ്കിൽ അവരോടൊന്നും ഒരു ദേഷ്യവുമില്ല. അതെല്ലാം തമാശയായിട്ട് മാത്രമേ അയാൾ അത് കണക്കാക്കിയിട്ടുള്ളൂ. സ്ത്രീ വീണ്ടും വിവാഹാലോചനയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കും. എന്നാൽ അയാളെ പെൺകുട്ടികൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യും. ടീച്ചർ ആയതിന്റെ പേരിൽ രജിസ്ട്രേഷൻ കിട്ടി, സംസ്കൃതം പഠിപ്പിക്കുന്നതിൽ രജിസ്ട്രേഷൻ കിട്ടി, മാത്രമല്ല ലുക്കിലും ഏജിലും അങ്ങനെ എല്ലാത്തിലും രജിസ്ട്രേഷൻ കിട്ടി. ഓരോ പെൺകുട്ടികൾ ഓരോരോ കാരണങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒടുവിൽ സ്ത്രീയുടെ കൂട്ടുകാരൻ ദീപക് ആകട്ടെ അവനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ സിംഗിൾ ആയിട്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ആപ്പിൽ ജോയിൻ ചെയ്യാനാണ്. അതൊരു സെക്സ് ചാറ്റ് ആപ്പാണ്. നിനക്ക് ഇഷ്ടം പോലെ സ്ത്രീകളെ കമ്പനിക്ക് കിട്ടും. നിന്റെ ഫേസ് കാണിച്ച് നീ ആരോട് സംസാരിക്കേണ്ട. കോൾ ചെയ്യുന്നത് ആരാണെന്ന് പോലും അവർക്കറിയില്ല. അതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടം പോലെ സ്ത്രീകളെ കോൾ ചെയ്യാം. അവർ ഇങ്ങോട്ട് നിന്നെ കോൾ ചെയ്യും. പിന്നെ നിനക്ക് ഈ ഒരു ബോറടിയും ഒരു വിഷമവും തന്നെ ഉണ്ടാകില്ല. എന്താ സംഭവം എന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ട് ദീപകിന്റെ നിർബന്ധം കാരണം സ്ത്രീ ആണെങ്കിൽ അതിനകത്ത് ഒരു മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ അന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് ആപ്പ് ഓപ്പൺ ആക്കി അതിൽ നിന്ന് ഒരാളെ വിളിക്കുന്നു. അവൻ സംസാരിക്കുന്ന സ്ത്രീയുടെ പേരൊന്നും അവൻ ചോദിച്ചില്ല. അതിലങ്ങനെ ആരും അവരുടെ പേരൊന്നും പറയാറില്ലായിരുന്നു. എന്നാൽ സ്ത്രീ ആകട്ടെ അവന്റെ പേര് മുഴുവനായിട്ട് പറയുന്നു. വ്യത്യസ്തമായ പേരാണല്ലോ അവൻ ഉണ്ടായിരുന്നത്. ആ സ്ത്രീയോട് അവൻ ചോദിക്കുന്നത് നിനക്ക് സുഖമാണോ എന്നൊക്കെയാണ്. മാത്രമല്ല, ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അതും ഇതൊന്നും സംസാരിക്കാനുള്ള ആപ്പല്ല ഇതെന്നാണ് ആ ഒരു സ്ത്രീ തിരിച്ചു പറയുന്നത്. എന്നാൽ അവൻ അങ്ങനെ വൾഗറായിട്ടൊന്നും സംസാരിക്കുന്നില്ല. സെക്സ് ചാറ്റിംഗ് ആപ്പ് ആണെങ്കിൽ പോലും സ്ത്രീ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവളോട് ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവരാണെങ്കിൽ അതിനൊന്നും മറുപടി പറയുന്നില്ല. എനിക്ക് മധുരം കഴിക്കാനുള്ള മൂഡാണെന്നാണ് അവൾ പറയുന്നത്. അവനോട് എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുന്നു. ഞാൻ നൈറ്റ് സൂട്ടിലാണെന്നാണ് അവൻ പറയുന്നത്. സാധാരണ അങ്ങനെ ഒരു സ്ത്രീ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓപ്പോസിറ്റ് ആള് അതുപോലെ തന്നെ കുറച്ച് വൾഗറായിട്ടൊക്കെ സംസാരിക്കേണ്ടതാണ്. പക്ഷെ സ്ത്രീ ആണെങ്കിൽ അങ്ങനൊന്നും സംസാരിക്കുന്നില്ല. ആ പെൺകുട്ടിയുടെ വോയിസിനെ പറ്റി എല്ലാം തന്നെ അവൻ പുകഴ്ത്തി പറയുന്നു. ഞാൻ നിങ്ങളെ ശ്രീരേണു എന്ന് വിളിക്കാതെ സ്ത്രീ എന്ന് വിളിച്ചോട്ടെ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ വിളിച്ചോളാൻ അവൻ പറയുകയും ചെയ്യുന്നു. ആ സ്ത്രീ ആകട്ടെ ഓ സ്ത്രീ, എന്റെ മാതൃശ്രീ എന്നൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ശ്രീ എന്ന് പലതവണ പറഞ്ഞത് കൊണ്ട് തന്നെ ആ സ്ത്രീ പറയുന്ന കേട്ട് നമ്മുടെ സ്ത്രീ ആണെങ്കിൽ ഉറങ്ങി. പിന്നീട് അങ്ങോട്ട് അവന് തന്റെ കൂടെ ആ ഒരു പെൺകുട്ടി വന്ന് നിൽക്കുന്നതായിട്ടും അവളോട് സംസാരിക്കുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഉറക്കം ഉണർന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദീപക് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. എന്താ മോനെ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അടിപൊളിയായിരുന്നു എന്നാണ് സ്ത്രീ പറയുന്നത്. അങ്ങനെ നമ്മുടെ സ്ത്രീ ആപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം വളരെയധികം ഹാപ്പി ആയിരുന്നു, എൻജോയ് ചെയ്തായിരുന്നു അവൻ എപ്പോഴും നടന്നിരുന്നത്. ഇയാളുടെ ഈ മാറ്റത്തിന് കാരണം എന്താണെന്ന് അയാളുടെ സ്കൂളിലെ കുട്ടികൾക്ക് പോലും മനസ്സിലായില്ല. ഇതിനിടയ്ക്ക് നമ്മുടെ കുസുമമാണെങ്കിൽ അവരുടെ അച്ചാർ ബിസിനസ് പറ്റിയുള്ള പ്ലാനിങ്ങിലായിരുന്നു. അതിനിടയ്ക്ക് അവരുടെ അയൽവാസിയായ ജോയി എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. ഇവര് തമ്മിൽ അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട്. കുസുമത്തിനെ ആണെങ്കിൽ നല്ല രീതിയിൽ ജോയി മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അവരുടെ അച്ചാർ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്നാണ് അയാൾ പറയുന്നത്. നിങ്ങൾ ഇത് ബിസിനസ് ആയിട്ട് തന്നെ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അയാള്. അയാളുടെ ആ ഒരു മോട്ടിവേഷൻ കേട്ടപ്പോൾ കുസുമ പോലും ചിന്തിച്ചു പോകുന്നുണ്ട്, തന്നെ ഇത്രയധികം മോട്ടിവേറ്റ് ചെയ്ത ആര് തന്നെ ഇല്ലല്ലോ എന്ന്. എന്നാൽ ജയ് വന്നത് മറ്റൊരു കാര്യത്തിന് കൂടിയായിരുന്നു. അയാളുടെ സഹോദരിയുടെ മകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ത്രീയെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കേൾക്കുന്ന കുസുമമാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ സ്ത്രീയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കൊൽക്കത്തയിലുള്ള ഒരു പെൺകുട്ടിയാണ്, അതും ഫ്രഞ്ച് ടീച്ചറാണ്. അവൾ എന്തായാലും നിന്നെ കാണാൻ വരും, എന്തായാലും നീ ഒന്ന് കണ്ട് സംസാരിക്കുക. മനസ്സോടെ ആണെങ്കിലും സ്ത്രീ ആണെങ്കിൽ സംസാരിക്കാൻ വേണ്ടി പോയി. ഈ പെൺകുട്ടിയും തന്നെ റിജക്ട് ചെയ്യുമെന്ന് തന്നെയായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ നായികയായ മധുവിനെ കണ്ടതും സ്ത്രീയുടെ കിളി ആകെ പോയി. അവൾ അത്രയധികം സുന്ദരിയായിരുന്നു. കണ്ട ഉടനെ തന്നെ അവളോട് ഞാനൊരു സംസ്കൃത ടീച്ചറാണെന്നും അധികം ഒന്നും സമ്പാദിക്കുന്നില്ല, എനിക്കധികം ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല, അങ്ങനെ അവന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ പറയുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട്, ഞാൻ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്, എനിക്ക് രണ്ടുപേരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് പറ്റും, വിവാഹം കഴിഞ്ഞാലും എനിക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അവൻ പറയുമ്പോഴും അത് സാരമില്ല, ഞാൻ ഷിഫ്റ്റ് ചെയ്തോളെന്നാണ് അവള് പറയുന്നത്. അവൾക്ക് എല്ലാ രീതിയിലും സ്ത്രീ ഓക്കെ ആയിരുന്നു. നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, ഒരു 10-35 ബയോഡേറ്റ എങ്കിലും എനിക്ക് 2 വർഷത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ അതിലെല്ലാം തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള നെയിംസ് ആയിരുന്നു. എല്ലാം കുറെ അഭിഷേകും രാകേഷും ഒക്കെയാണ്. പക്ഷേ അതിലെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടാണ് ശ്രീരേണ എന്ന് പറയുന്ന ആ ഒരു പേര് എന്റെ കണ്ണിലൊടുക്കിയത്.
കൊടുക്കുന്നത് അത് നിങ്ങളായിരുന്നു. സാധാരണ ആൾക്കാർ ബയോഡേറ്റയിൽ അവരുടെ ഹോബിയായിട്ട് കൊടുക്കുന്നത് ഗാർഡനിങ്ങും മൗണ്ടൻ ക്ലൈംബിങ്ങും അങ്ങനെ പലതൊക്കെ എഴുതി വെക്കും. പക്ഷെ നിങ്ങൾ മാത്രം ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ആ ബയോഡേറ്റ കണ്ടപ്പോഴേ എനിക്ക് നിങ്ങൾ ജെന്യൂൻ ആണെന്ന് തോന്നി. കാരണം അതിൽ തന്നെ ഒരു കള്ളം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള ചായയായിരുന്നു ഇഷ്ടമെന്ന്. ഇപ്പോൾ നിൽക്കുന്നിടത്ത് ചായ കിട്ടാത്ത കാരണം അവർ വേറൊരു ചെറിയ കടയിലേക്ക് പോയി അവിടെ നിന്നും ചായ കുടിക്കുന്നുണ്ട്. ടേസ്റ്റിൽ പോലും ഇത്രയധികം മാറ്റം വന്നത് നന്നായി എന്ന് ശ്രീക്കും തോന്നി. അങ്ങനെ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ ശ്രീക്കാണെങ്കിലും മധുവിനെ കുറച്ച് ഇംപ്രസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ദീപക് ആകട്ടെ അവനൊരു ചെറിയ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്ത മാസം മധുവിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ ചുറ്റുമുള്ള ആൾക്കാർ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന പോലെ ഒരു വീഡിയോ തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് അവളുടെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ട് അവരുടെ എല്ലാം തന്നെ വിളെപ്പറ്റി ഓരോന്ന് ചോദിച്ച് അതിന്റെ വീഡിയോസ് എല്ലാം തന്നെ എടുക്കണം. അതിന് താനായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. പറ്റിയ ഒരാളെ സംഘടിപ്പിക്കണം. തന്റെ ക്ലാസ്സിലെ രാകേഷ് ആണ് ഇതിന് പറ്റിയതെന്ന് സ്ത്രീ പറയുന്നു. അങ്ങനെ സ്ത്രീയും ദീപകും രാകേഷിനെയും കൂട്ടി മധുവിന്റെ ഏരിയയിലേക്ക് പോകുന്നു. രാകേഷ് തന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് മധു എന്നും മധുവിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടികളെല്ലാം ചേർന്ന് എടുക്കുന്ന വീഡിയോ ആണെന്നും പറഞ്ഞിട്ടാണ് അവരുടെ എല്ലാം പോയി സംസാരിക്കുന്നത്. അവരെല്ലാവരും മധുവിനെ കുറിച്ച് ഓരോരോ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാർ അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നു. ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് മധുവിന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയി ചോദിക്കുമ്പോഴാകട്ടെ ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് മധുവിനെ പറ്റി പറയുമ്പോൾ നമിത്തിനെ പറ്റിയും പറയണമെന്നാണ്. ആരാണ് ഈ നമിത്ത് എന്ന് ചോദിക്കുമ്പോൾ അത് അവളോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലതെന്നാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത്. മധുവിന്റെ ലൈഫിൽ ഒരു പുരുഷന്റെ പേര് വന്നതോട് കൂടി തന്നെ സ്ത്രീക്കാണെങ്കിൽ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഒരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് തന്നെ അത് ആരാണെന്ന് മധുവിനോട് തന്നെ ചോദിക്കുന്നു. മധു പറയുന്നുണ്ട് 5 വർഷം മുമ്പാണ് ഞാൻ നമിത്തിനെ കണ്ടത്. എന്റെ ഒരു സ്റ്റുഡന്റിന്റെ ചേട്ടനായിരുന്നു. യുഎസിൽ നിന്ന് മെഡിസിൻ പഠിക്കാൻ വേണ്ടി പോകാറുന്നതാണ് നമിത്ത്. അങ്ങനെ അവർ തമ്മിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, റിലേഷൻഷിപ്പിലായി. ഒരു ദിവസം അവർ കാറിൽ വെച്ചിട്ട് കാര്യപരിപാടിയിലേക്ക് കിടക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് അവർക്കിടയിൽ അങ്ങനെ നടക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമിത്ത് അവളോട് ചോദിക്കുന്നുണ്ട് നീ വെർജിൻ ആണോ എന്ന്. എന്നാൽ അവൾ ചിരിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കടന്നതും അവൻ വീണ്ടും അതിനൊരു മറുപടിക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷ നിൽക്കുകയായിരുന്നു. അത്രയും നാരോ മൈൻഡഡ് ആയിട്ടുള്ള അവനോട് ഇനി ഒരു റിലേഷൻഷിപ്പ് വേണ്ടെന്ന് അവൾക്ക് തോന്നി. 16-17 വയസ്സിലേക്ക് വെർജിനിറ്റി കളയുന്ന ലോകമാണിത്. അങ്ങനെയുള്ള ഈ ലോകത്ത് ഒരു പെൺകുട്ടിയോട് നിങ്ങൾ വെർജിൻ ആണോ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് അവൾ അവസാനിപ്പിക്കുകയാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ സ്ത്രീ ആണെങ്കിൽ തന്നെ കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇവള് പറയുന്നത് 16-17 വയസ്സിലൊക്കെ ആൾക്കാർ വെർജിനിറ്റി ലൂസ് ചെയ്യുമെന്നാണ്. എന്നാൽ താൻ 42 വയസ്സായിട്ടും ഇപ്പോഴും വെർജിനായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമിത്ത് ആരാണെന്നൊക്കെ അറിഞ്ഞ് ക്ലിയർ ആയതോടുകൂടി തന്നെ പിന്നീട് അവന്റെ മനസ്സിൽ ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. ശ്രീയും മധുവും ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു. അവർ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളും ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സിലും തന്നെ ഒരുപോലെ ഉള്ളതായിരുന്നു. അതുകൊണ്ട് അവർക്കിടയിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ പലപ്പോഴായിട്ട് അവളോട് അവൻ താൻ വെർജിൻ ആണെന്നുള്ള കാര്യം തുറന്നു പറയാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. സ്ത്രീ വളരെയധികം ജെന്യുവൻ ആയിട്ട് അവളോട് നിന്നുകൊണ്ട് തന്നെ അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഇവരുടെ ബന്ധം ഫാമിലി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഉടനെ തന്നെ ഇവരുടെ വിവാഹം തന്നെ ഫിക്സ് ചെയ്യും. അതിനിടയ്ക്ക് വീണ്ടും നമ്മുടെ കുസുമത്തെ കാണിക്കുന്നു. കുസുമത്തിന്റെ ഹസ്ബൻഡ് ബാനു ആകട്ടെ താൻ എപ്പോഴും വലിയ ആളാണെന്നുള്ള ഭാവത്തിലായിരുന്നു എപ്പോഴും ജീവിച്ചിരുന്നത്. സ്ത്രീകളെല്ലാം തന്നെ അടുക്കള കിടക്കാനുള്ളതാണെന്നും പാചകം ചെയ്യാനുള്ളതാണെന്നൊക്കെ ആയിരുന്നു അയാളുടെ ചിന്താഗതി. അവർ ബിസിനസ് ചെയ്യുന്നതിനകത്തോ മുന്നോട്ട് വരുന്നതിനകത്തോ പഠിക്കുന്നതിനകത്തോ ഒന്നും തന്നെ അയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. തന്റെ മകൾക്ക് വലിയ സ്കോളർഷിപ്പ് കിട്ടുകയും നല്ലൊരു ജോലി ഉടനെ തന്നെ കിട്ടുകയും ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ പറയുന്നത് അതിൽ നിന്ന് തന്നെ പോകാൻ നിൽക്കാതെ നീ മര്യാദ കുക്കിംഗ് പഠിക്കാനാണ്, ഉടനെ നിന്റെ കല്യാണം നടത്താനുള്ളതാ. അത് കേൾക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി ആകെ തകർന്നു പോകുന്നു. കുസുമത്തിനും ഒരു രീതിയിലും ബാനുവിനെ എതിർത്ത് പറയാൻ പറ്റുന്നില്ല. തന്റെ മകളെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നില്ല. ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരത്തിലൊക്കെ അയാൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും. അങ്ങനെ പിന്നീട് ശ്രീയുടെ മധുവിന്റെ വീട്ടുകാർ ഒഫീഷ്യലായിട്ട് മീറ്റ് ചെയ്യുന്നു. മധുവിന്റെ ഫാമിലിയുള്ള എല്ലാവരും തന്നെ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പീപ്പിൾസ് ആണ്. അവിടെ ഞങ്ങൾ ആണാണ് പെണ്ണാണെന്ന് പറയുന്ന ഒന്നും തന്നെ ഇല്ല. ഈക്വൽ ആയിട്ടാണ് എല്ലാവരും അവരോട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരസ്പരം നല്ല രീതിയിൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത്രയും സ്നേഹത്തോടെയാണ് അവർ കഴിഞ്ഞിരുന്നത്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ ബാനുവിനാണെങ്കിൽ ഒരു പുച്ഛമായിരുന്നു. മധു സ്ത്രീയുടെ ലൈഫിലേക്ക് വന്ന ശേഷം സ്ത്രീ ആണെങ്കിൽ ആകെ മാറിയിരിക്കുന്നു. അവൻ നല്ല ഹാപ്പിയാണ് ഇപ്പോൾ. തന്റെ ലൈഫിൽ താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് തന്റെ ഗ്രാമയാണെന്നാണ് മധു പറയുന്നത്. സ്ത്രീ പറയുന്നുണ്ട് ആരുടെയും കൂടി ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും ഇത്രയധികം സ്നേഹിക്കുന്നതും ഒക്കെ തന്നെ എത്രയധികം മനോഹരമായിട്ടുള്ള കാര്യമാണത്. നീ എന്റെ ലൈഫിൽ വന്നിട്ടാണ് എനിക്കത് മനസ്സിലായത്. അതൊക്കെ കേൾക്കുമ്പോൾ മധു ആകട്ടെ അവനെ കിസ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നു. എന്നാൽ അവനാണെങ്കിൽ പെട്ടെന്ന് അമ്മയെന്ന് വിളിക്കുന്നു. അത് കണ്ട് അവളാണെങ്കിൽ ചിരിക്കുകയാണ് ചെയ്യുന്നത്. പതിയെ പതിയെ അവൻ ഓരോന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഈ വക കാര്യങ്ങളൊന്നും തന്നെ അത്രയധികം എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് പതിയെ പതിയെ അവൾ അവനുമായിട്ട് ഒരു റൊമാൻറ്റിക് ഡാൻസിലേക്ക് കടക്കുകയാണ്. ഇവരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ വീട്ടുകാർ ഒരുപാട് ഹാപ്പി ആവുകയാണ്. അങ്ങനെ ഉടനെ തന്നെ ഇവരുടെ എൻഗേജ്മെന്റ് കഴിയുന്നു. ആ ഫംഗ്ഷനിൽ മധുവിന്റെ വീട്ടിലെ സ്ത്രീകൾ ഒരുമിച്ച് മദ്യപിക്കുന്നതും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും തന്നെ ബാനുവിന് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു സംഭവമാണ് ആ ഒരു എൻഗേജ്മെന്റ് നടക്കുന്നത്. എല്ലാവരും ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് മധു ആകട്ടെ ഒരു തമാശ എന്നുള്ള രീതിയിൽ സ്ത്രീയെ ഫോൺ ചെയ്യുന്നു. അവനും അത് അറ്റൻഡ് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് ശരിക്കും സ്ത്രീ ഞെട്ടിപ്പോകുന്നത്. അവൾ അവനെ സ്ത്രീ എന്റെ മാത്രമാണ്, ഓ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് അവൻ ആ ഒരു ആപ്പില്ലേ, ആപ്പിലൂടെ സ്ത്രീയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പെൺകുട്ടി ഇവനോട് എങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ആ രീതിയിലാണ് അവൾ ഇപ്പോൾ സംസാരിക്കുന്നത്. അതോടുകൂടി അവന് മനസ്സിലായി അന്ന് താൻ ആ ഒരു ചാറ്റിംഗ് ആപ്പിലൂടെ സംസാരിച്ച ആ ഒരു വ്യക്തി തന്നെയാണ് ഈ മധു എന്ന്. അവൻ അതൊരു വലിയ ഷോക്ക് തന്നെയായിരുന്നു. അവന്റെ മുഖത്ത് ചിരി നഷ്ടപ്പെട്ടു. അവൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് ആ ഒരു ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻഗേജ്മെന്റിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയ സ്ത്രീ പിന്നീട് മധുവിനെ അധികം കോൺടാക്ട് ചെയ്യുന്നില്ല. മധു അവനെ പലതവണ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. അവള് പറഞ്ഞ ചില കാര്യങ്ങൾ അവന്റെ മനസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു.
16 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാണ് വെർജിൻ ആയിട്ട് ഇരിക്കുന്നത്? അങ്ങനെയൊക്കെ അവൾ പറഞ്ഞത് ആലോചിക്കുമ്പോൾ ആ ഒരു ചാറ്റിംഗ് ആപ്പിൽ അവൾ അതിന് വേണ്ടിയിട്ടായിരിക്കും കയറിയത്. അതുപോലെ അവൾക്ക് ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം. അങ്ങനെയെല്ലാം തന്നെ ചിന്തിക്കുകയാണ് അവൻ ആ ചാറ്റിംഗ് ആപ്പിൽ പലരോടും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു ആപ്പിൽ മധു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്തു എന്നൊക്കെ. അവൻ അങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും തന്നെ ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദീപകിനോട് ശ്രീ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ദീപക്കും അവളെ കുറിച്ച് ഓരോന്നും മോശമായിട്ടാണ് പറയുന്നത്. ഒരുപാട് മാസമായി അവൾ ആ ഒരു ആപ്പിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരോട് അവൾ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. ആ ആപ്പിൽ ആര് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്, സെക്സ് ചാറ്റിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഓൾറെഡി അവൾക്ക് ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം. അങ്ങനെയെല്ലാം കൂടിയപ്പോൾ സ്ത്രീക്കാണെങ്കിൽ വട്ടുപിടിക്കുന്ന അവസ്ഥയായിട്ടുണ്ടായിരുന്നു. കുറച്ചു നാളത്തേക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ അവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൻ നാട്ടിലേക്കുള്ള ബസ് കയറുകയായിരുന്നു. പക്ഷെ അവൻ ഇതുവരെയും വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ കാരണം അതുവാണെങ്കിൽ അവനെ തേടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ അവനോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ നിന്നോടെല്ലാം തുറന്നു പറയുന്നതാണ്, എൻഗേജ്മെന്റിന്റെ രാത്രിയിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിന്നോട് തുറന്നു പറയണമായിരുന്നു. പക്ഷെ അതിനു മുമ്പേ നീ എന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവൻ തിരിച്ചു പറയുന്നത് നീ അതിനകത്ത് സർവീസ് ചെയ്യുകയല്ലായിരുന്നു എന്നാണ്. സർവീസ് അല്ല, ഞാൻ അതിന് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടാണ്, കാശ് കൊടുത്താണ് അതിന് മെമ്പർഷിപ്പ് എടുക്കുന്നതെന്നാണ് അവൾ പറയുന്നത്. ഞാൻ സിംഗിൾ ആയ ഒരു പെൺകുട്ടിയാണ്, ഞാൻ സെക്ഷലി ആക്റ്റീവ് ആണ്, അതുകൊണ്ട് ഞാൻ ക്യാരക്ടർലെസ് ആവണമെന്നില്ല. ഞാനതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നീയും എടുത്തിട്ടുണ്ട്, അപ്പൊ നീ ചെയ്തതും ഓരോ തെറ്റ് തന്നെയല്ലേ. പക്ഷേ ഞാനൊരു ആണാണെന്ന് അവൻ പറയുന്നു. അതുപോലെയല്ല സ്ത്രീകള് അതിന് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ തന്നെ ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പെണ്ണുങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണോ എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ കരുതിയത് എൻഗേജ്മെന്റ് രാത്രിയിൽ ഇതിനെപ്പറ്റി സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കിടയിൽ തമാശകളും ചിരിയൊക്കെ ആയിരിക്കും വരുന്നതെന്നാണ്. പക്ഷെ നീ എന്നെ ക്യാരക്ടർലെസ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ ആ ഒരു ആപ്പിൽ ജോയിൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നിനക്കറിയാമോ? ഓൾറെഡി റിലേഷൻഷിപ്പിലൊക്കെ പെട്ടിട്ട് ടോക്സിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആരും ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നില്ല. അങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ആ ഒരു ചാറ്റിംഗ് ആപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി തോന്നിയത്. അങ്ങനെ എന്റെ എല്ലാ വിഷമങ്ങളും ഞാൻ മറക്കാൻ തുടങ്ങി. ആ ടൈമിൽ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നത് നീ എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, ഇപ്പൊ നീ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു. എന്നാൽ എന്നോട് ഒരാൾ മാത്രമാണ് ആഹാരം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചത്. അത് നീയായിരുന്നു. നീ നിന്റെ പേര് ഫുൾ ആയിട്ടാണ് പറഞ്ഞത്. വൾഗറായിട്ട് സംസാരിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ആ ഒരു ആപ്പിൽ വളരെ മാന്യമായിട്ട് സംസാരിച്ച് നിന്നോട് എനിക്ക് പ്രണയം തോന്നി. അങ്ങനെ നിന്നെ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോഴാണ് എന്റെ അങ്കിളായ ജോയിയുടെ വീടിന്റെ അടുത്താണ് നിന്റെ ഫാമിലി താമസിക്കുന്നത് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ജോയി അങ്കിൾ വഴി കുസുമത്തിനോട് സംസാരിച്ച് ഈ ഒരു ആലോചന കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ നിന്റെ കൂടെ ആ ഒരു ആപ്പിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ആ ഒരു ഹാപ്പിനെസ് എനിക്ക് ലൈഫ് ലോങ് വേണമെന്ന് തോന്നി. നിന്റെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പേര് കാരണം നിന്നെ കണ്ടുപിടിക്കാൻ എനിക്ക് എളുപ്പമായിരുന്നു. എന്നാൽ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്ത്രീയുടെ മനസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആളാണ്, എന്റെ ഇതൊരു നല്ല ഫാമിലിയാണ്, അങ്ങനെയുള്ള ഒരു ഫാമിലിയിലേക്ക് നിന്നെ പോലുള്ള വരണ്ട, അതിനുള്ള യോഗ്യത എനിക്കില്ല എന്നും പറഞ്ഞ് അവന്റെ റിംഗ് ഊരി അവൾക്ക് കൊടുക്കുന്നു. എല്ലാം കേട്ട് അവളും പറയുന്നു നീ മറ്റാണുങ്ങളെ പോലെ തന്നെയാണെന്ന്. തന്നെ പോലെ ഒരു ഹിപ്പോക്രൈറ്റിന്റെ കൂടെ എനിക്ക് താമസിക്കേണ്ടെന്ന് അവള് പറയുമ്പോൾ നീ ഒരു ലൂസ് ക്യാരക്ടർ ആണെന്നാണ് അവൻ തിരിച്ചു പറയുന്നത്. ദേഷ്യം വന്ന അവളാണെങ്കിൽ തന്റെ മോതിരം എടുത്ത് ഊരി അവന്റെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വെച്ച് പിരിഞ്ഞു. ഇവിടെ അവരുടെ വീട്ടുകാര് ഇതൊന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. സ്ത്രീ നാട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. എന്നാൽ അവൻ എല്ലാവരോടും പറയുന്നുണ്ട് ഈ ഒരു കല്യാണം നടക്കില്ല എന്ന്. ഞാൻ അത് ക്യാൻസൽ ചെയ്തു. എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ അവൻ ഡേറ്റിംഗ് ആപ്പിൽ കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അവരെല്ലാം തന്നെ ഞെട്ടുകയാണ്. അവളെ പോലൊരു പെൺകുട്ടി എന്തിനാണ് ആപ്പിൽ ജോയിൻ ചെയ്തത്, അവൾ എന്തൊരു വൃത്തികെട്ടവളാണ്, അങ്ങനെയൊക്കെയുള്ള സംസാരമായിരുന്നു ബാനുവിന്റേത്. എന്നാൽ ബാനുവിന്റെ മകൾ പറയുന്നുണ്ട് ആ ഒരു ആപ്പിലും അത് മാത്രമായിരുന്നില്ല, സ്ത്രീയും ഉണ്ടായിരുന്നു എന്ന്. അതിനെപ്പറ്റി എന്താ ആരും സംസാരിക്കാത്തത്? സ്ത്രീ ആ ഒരു ആപ്പിൽ ജോയിൻ ചെയ്തതിനെ പറ്റി അധികം ആരും സംസാരിക്കുന്നില്ല. അതിനേക്കാളും വലിയ തെറ്റ് മധു ചെയ്തതായിരുന്നു. അവൾ ആ ഒരു ആപ്പിൽ ഒരിക്കലും ജോയിൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ കുസുമത്തിനും അവരുടെ മക്കൾക്കും ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ മധുവിന്റെ ഫാമിലി അവളുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും അവളെ ചെറിയ രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. എന്തിനാണ് ആ ഒരു ആപ്പിൽ ജോയിൻ ചെയ്യാൻ പോയത്, അവൾ ചെയ്ത പോലെ തെറ്റ് സ്ത്രീയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇങ്ങനെ വെഡിങ് ഒന്നും ക്യാൻസൽ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല. എന്തായാലും രണ്ട് ഫാമിലിയും ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് വരുന്നു. പക്ഷെ വന്ന ഉടനെ തന്നെ ബാനു ആകട്ടെ മധുവിന്റെ ഫാമിലി വലിയ രീതിയിൽ ചീത്ത വിളിക്കുകയായിരുന്നു. എന്തായാലും അങ്ങോട്ടേക്ക് രണ്ട് ഫാമിലിയും അടിച്ചു പിരിയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്ത്രീയുടെ ജാതകത്തിലെ പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടൊരു ചെടിയുമായിട്ട് കല്യാണം കഴിപ്പിക്കുന്നതാണ്. അവന്റെ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. പിന്നീട് അവൻ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ട് വീണ്ടും ബയോഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അവന്റെ വീട്ടുകാരാണെങ്കിൽ വീണ്ടും പുതിയ ആലോചനകൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും മധുവിന്റെ ഓർമ്മകൾ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അവൾ എപ്പോഴും തന്റെ തലയിലെ ക്ലിപ്പ് അവന്റെ ഡ്രസ്സിൽ എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്ത് വെക്കും. അത് ഇപ്പോഴും അവന്റെ പല ഡ്രസ്സുകളിലും ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ അവളെ കുറിച്ച് അവൻ ഓർക്കാറുണ്ട്. അവർ തമ്മിൽ നല്ലൊരു മാച്ച് ആയിരുന്നു. പക്ഷേ ആ ഒരു ഒറ്റ ആപ്പ് കാരണമാണ് അവർ പിരിഞ്ഞത്. പക്ഷെ അവർ ഓർക്കുന്നുണ്ടായിരുന്നില്ല ആ ഒരു ആപ്പിലൂടെ തന്നെയായിരുന്നു മധു അവനിലേക്ക് വന്നതെന്ന്. അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ ഓർമ്മകൾ അവരെ വേട്ടയാടിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഓൾറെഡി പേയ്മെന്റ് എല്ലാം തന്നെ ചെയ്തതാണ്. ഇപ്പോൾ മാരേജ് ക്യാൻസൽ ആയ കാരണം അതിന്റെ പേയ്മെന്റ് തിരിച്ചു വാങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു ഇവര്. എന്നാൽ അവരത് തിരിച്ചു കൊടുക്കാനുള്ള വാശിയിലും ആയിരുന്നില്ല. എങ്ങനെയെങ്കിലും അവിടെ പോയിട്ട് ആ ഒരു പേയ്മെന്റ് തിരിച്ചു വാങ്ങണം. രണ്ട് ഫാമിലിയും ഈക്വലായിട്ട് ക്യാഷ് ഇറക്കിയതായിരുന്നു. അതിന്റെ കാരണത്താൽ രണ്ടുപേരും പോയിട്ട് വേണം അത് തിരിച്ചു വാങ്ങാനായിട്ട്. അതുകൊണ്ട് വീണ്ടും ഇവർ കണ്ടുമുട്ടിട്ട് വരികയാണ്. ഇവിടെ ബാനുവിനോടും കുസുമത്തിനോടും മകള് പറയുന്നുണ്ട് അടുത്ത ആഴ്ച കമ്പനിയിൽ ഓഫ് സൈറ്റ് ആണ്, എനിക്ക് അതുകൊണ്ട് കൊൽക്കട്ടയിലേക്ക് പോകണമെന്ന്. എന്നാൽ നീ അതിന് അനുവാദം ചോദിക്കുകയാണോ അത് ഇങ്ങനെ പറയുകയാണോ എന്ന് ബാനു ചോദിക്കുന്നു. അവളുടെ
കൂടെ അവളുടെ അമ്മ കുസുമം പോകുന്നുണ്ടായിരുന്നു. എന്നാൽ അയാൾ പറയുന്നത് നീ ആദ്യം നിന്റെ മകളെ കുക്കിംഗ് പഠിപ്പിക്കും എന്നായിരുന്നു. അവൾ ഇങ്ങനെ ജോലിക്കും പഠിക്കാനൊക്കെ വിടുന്നതിന് പകരം മര്യാദയ്ക്ക് നല്ലപോലെ ആഹാരം ഉണ്ടാക്കി പഠിപ്പിക്കുക, നാളെ ഒരിടത്തേക്ക് കെട്ടിച്ചൂടാനുള്ളതാണെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. സ്വന്തം മകള് കരിയർ ഉണ്ടാക്കുന്നതിലൊന്നും അയാൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾ കുക്കിംഗ് പഠിക്കുന്നതായിരുന്നു അയാൾക്ക് വലിയ കാര്യം. ഇതൊക്കെ കേൾക്കുമ്പോൾ അയാളുടെ മകൾക്കും കുസുമത്തിനൊക്കെ വിഷമം വരുന്നുണ്ട്. പക്ഷെ അവർ തിരിച്ചൊന്നും പറയുന്നില്ല. അവരെന്തായാലും അടുത്ത ആഴ്ച കൊൽക്കട്ടയിലേക്ക് പോവുകയാണ്. ദീപക് ആകട്ടെ ശ്രീയോട് പറയുന്നുണ്ട് നീ അവരുടെ കൂടെ പോകാൻ. അവിടെ ഇപ്പോൾ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്ന സമയമാണ്. ഒരുപാട് പെൺകുട്ടികൾ വരും. ഏതെങ്കിലും ഒരെണ്ണത്തെ കണ്ട് സെറ്റ് ആക്കാൻ നോക്ക്. എന്നാൽ എനിക്കതൊന്നും വേണ്ടെന്നാണ് ശ്രീ പറയുന്നത്. ട്രെയിനിലേക്ക് കുസുമവും മകളും കയറുന്നതിന് മുമ്പ് കുസുമത്തിന്റെ മകൾ വന്ന് ശ്രീയോട് സംസാരിക്കുന്നു. അവനോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. താൻ ഓക്കെ ആണെന്ന് ശ്രീ പറയുന്നുണ്ട്. ഈ മധുവിനെ മറന്നിട്ട് മൂവ് ഓൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് ഈസിയാണ്. പക്ഷെ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അതൊക്കെ ഈസി ആയിട്ട് നടക്കുമെന്നും നീ ഒരു കൊച്ചുകുട്ടിയല്ലേ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അങ്കിളിന് ഇത് ആദ്യമായിട്ടായിരിക്കും. എന്നാൽ ഈ ബ്രേക്കപ്പ് എന്റെ ലൈഫിൽ കുറെ തവണ നടന്നിട്ടുണ്ട്. പലരുമായിട്ട് ഞാൻ പ്രണയത്തിലായിട്ടുണ്ട്. പക്ഷെ പലരും ബ്രേക്കപ്പ് ആയി പോയി. അങ്കിളിനെ സംബന്ധിച്ച് മധു അങ്കിളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അങ്കിൾ ശരിക്കും ഹാപ്പി ആയിരുന്നു. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മധു നിങ്ങളെ സ്നേഹിച്ചത്. നിങ്ങളെ ഒരു രീതിയിലും ചേഞ്ച് വരുത്താൻ അവർ നോക്കിയിട്ടില്ല. അതുപോലെ ഒരു പെൺകുട്ടി കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. നിങ്ങളെ നോക്കി ചിരിക്കാനല്ല, നിങ്ങളുടെ കൂടെ ചിരിക്കാനായിരുന്നു മധു ആഗ്രഹിച്ചത്. അങ്ങനെയുള്ള ഒരാളെ വെറും ഒരു സ്റ്റുപ്പിഡ് റീസന്റെ പേരിൽ വിട്ടുകളഞ്ഞു. ലോക മണ്ടത്തരമാണ് അങ്കിള് കാണിച്ചത്. അവൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ശ്രീയുടെ മനസ്സിലാണെങ്കിൽ താൻ ചെയ്ത് തെറ്റാണെന്നുള്ള കാര്യം തോന്നാൻ തുടങ്ങി. അവർ അവിടെ നിന്ന് പോയ ശേഷം അവനാകട്ടെ ദീപകിന്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ച് സംസാരിച്ച് കരയാൻ തുടങ്ങി. ആദ്യമായിട്ടായിരുന്നു അവൻ മദ്യപിക്കുന്നത്. മധുവിനെ ഞാൻ മറന്നിട്ടില്ല എന്നും അവൾ ഇപ്പോഴും എന്നെ മനസ്സിലുണ്ടെന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഒടുവിൽ അവളോട് മാപ്പ് പറഞ്ഞ് വീണ്ടും ഒന്നിക്കാനായിരുന്നു അവന്റെ തീരുമാനം. അങ്ങനെ അവനും അടുത്ത ട്രെയിന് കൊൽക്കട്ടയിലേക്ക് പോകുന്നു. അങ്ങനെ അവൻ സ്ത്രീ വർക്ക് ചെയ്യുന്ന കോളേജിലേക്ക് എത്തി. അവിടുത്തെ ലൈബ്രറിയിൽ അവളുണ്ടെന്ന് അറിഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടേക്ക് ചെല്ലുകയാണ്. അവൾ അവിടെ ഇരുന്ന് എന്തോ വായിക്കുകയായിരുന്നു. അവളുടെ അടുത്തേക്ക് ചെന്നതും അതിനു മുമ്പ് മറ്റൊരാൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കുന്ന അവൻ കാണുന്നുണ്ട്. അത് അവളുടെ എക്സ് ആയിരുന്ന നമിത് ആയിരുന്നു. അവനും കുറച്ചു കാലങ്ങൾക്ക് ശേഷം താൻ ചെയ്ത് തെറ്റാണെന്ന് കരുതി തിരിച്ചു വന്നതാണ്. കറക്റ്റ് സമയത്താണ് സ്ത്രീയും വന്നിരിക്കുന്നത്. എന്നാൽ സ്ത്രീ അവളുടെ അടുത്തേക്ക് പോകാതെ ഇവർ എന്താണ് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. താൻ ചോദിച്ച മണ്ട ചോദ്യത്തിന്റെ പേരിൽ നമിത് ആണെങ്കിൽ അവളോട് സോറി പറയുകയായിരുന്നു. ഒരിക്കലും നീ വെർജിൻ ആണോ എന്ന് ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അന്നേരത്തെ ഒരു ബുദ്ധിമോശത്തിന്റെ പേരിൽ അങ്ങനെയൊക്കെ ചോദിച്ചു പോയതാണ്. എന്നാൽ ലൈബ്രറി ആയത് കാരണം അവർ അവിടെ ഇരുന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. അവർ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ്. സ്ത്രീ ആണെങ്കിൽ അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് എന്തൊക്കെ സംസാരിക്കുന്നതാണ് കാണുന്നത്. നമ്മുടെ ബ്രേക്കപ്പിന് ശേഷം നീ പിന്നീട് വേറെ ആരുമായിട്ട് റിലേഷൻഷിപ്പിലാകാൻ എന്താ, എന്തിനാണ് നീ നിന്റെ മാരേജ് നിന്നെക്കാളും ഏജ് കൂടിയ ഒരാളുമായിട്ട് ഫിക്സ് ചെയ്തത്, അങ്ങനെയൊക്കെ ആരും നമുക്ക് ചോദിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സ്ത്രീയെ പെട്ടെന്ന് കണ്ടതും മധു ആണെങ്കിൽ ഒന്ന് ഞെട്ടി. സ്ത്രീ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നമിത്തിന് മനസ്സിലായി ഇയാളുമായിട്ടായിരുന്നു ഇവളുടെ വിവാഹം തീരുമാനിച്ചിരുന്നതെന്ന്. എനിക്ക് മധുവിനോട് തനിച്ച് സംസാരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ നമിത് അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നു. സ്ത്രീ അവളോട് പറയുന്നത് ഇങ്ങനെയായിരുന്നു, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പോലും ഞാൻ റിയാക്ട് ചെയ്തോളെ തന്നെ റിയാക്ട് ചെയ്യത്തുള്ളൂ. കാരണം ആ ഒരു ആപ്പ് അങ്ങനത്തെ ഒരു ആപ്പ് ആയിരുന്നില്ലേ. പക്ഷെ ഇപ്പോൾ എല്ലാം ഓക്കെ ആണ്. എന്റെ ദേഷ്യമൊക്കെ മാറി, മാപ്പ് തരാൻ തയ്യാറാണ്. അതുകൊണ്ട് മുന്നോട്ട് നിനക്ക് എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം തന്നെ ഞാൻ നിനക്ക് വേണ്ടി അലോ ചെയ്യും. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഒക്കെ വേണം. അവൻ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ട് അവളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിന് ഓരോ കാര്യത്തിനും എന്നെ അലോ ചെയ്യണം. നിങ്ങളാണോ എന്റെ ലിമിറ്റ് തീരുമാനിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ കരുതിയത് നിങ്ങൾ ചേഞ്ച് ആയി എന്നാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ചേഞ്ച് ആകാൻ പോകുന്നില്ല. നീ എപ്പോഴും എന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലിമിറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് മാപ്പ് തരാൻ നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനാണ് വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് വന്നത്? നിങ്ങൾക്ക് പ്രണയം എന്താണെന്ന് അറിയാമോ? പ്രണയത്തിന് പകരം തിരിച്ചു കൊടുക്കേണ്ടത് പ്രണയം തന്നെയാണ്. അല്ലാതെ ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ അലോ ചെയ്യുകയല്ല വേണ്ടത്. എന്നെ സംബന്ധിച്ച് നമുക്കിടയിലുള്ള പ്രണയം ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഈക്വൽ ആയിട്ടുള്ള സ്നേഹം നിനക്ക് എനിക്ക് തരാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി എന്ത് വന്നാലും മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല. ആ ടൈമിൽ സ്ത്രീയെ അവന്റെ സഹോദരൻ ബാനു വിളിക്കുന്നുണ്ട്. ഇവരുടെ വെഡിങ് പ്ലേസ് ക്യാൻസൽ ആക്കിയതിന്റെ ക്യാഷ് തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ബാനുവും വേറെ രണ്ടുപേരും അവിടേക്ക് വന്നിട്ടുണ്ട്. ഓൾറെഡി തന്നെ ബാനുവിന്റെ വൈഫ് കുസുമവും മകളും ചേർന്നിട്ട് ഇവിടെ മകളുടെ വർക്കിന്റെ കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല. ബാനു ആകട്ടെ സ്ത്രീയെ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വിളിക്കുന്നു. സ്ത്രീ അവരെ വന്ന് പിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാം കൂടി ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുസുമോ ആണെങ്കിൽ മറ്റൊരു ടാക്സിയിൽ പോകുന്നത് ഇവർ കാണുന്നുണ്ട്. ഈ ഒരു ടാക്സിയിൽ ഇരുന്നുകൊണ്ട് കുസുമത്തിനെ വിളിക്കുമ്പോഴാകട്ടെ കുസുമം നോക്കുന്നുണ്ട്. പക്ഷെ കുസുമത്തിന്റെ കൂടുതൽ ആളെ കണ്ടിട്ട് ബാനു ആണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. അത് ജോയി ആയിരുന്നു. അതായത് ഇവിടെ മകളുടെ കൂടെ കൂട്ടിന് വന്ന കുസുമം ആകട്ടെ ജോയുമായിട്ട് കിടന്ന് കറങ്ങുന്നു. ജോയും കുസുമം തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതോടെ ബാനു ആകെ ദേഷ്യത്തിലുമായി. ഒടുവിൽ രണ്ട് ഫാമിലിയും ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി വരികയാണ്. കുസുമ തന്നെ ചതിച്ചു എന്നാണ് ബാനു പറയുന്നത്. ഇത് എത്ര കാലമായിട്ടാണ് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കുസുമം പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ഇനി എന്താണ് കാര്യമെന്ന്. ഒരു മാസത്തിന് പകരം ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദന കുറയില്ലല്ലോ. നിനക്ക് നാണം തോന്നിയില്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ കുസുമ പറയുന്നുണ്ട് ഒരുപാട് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. ആ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. ജോയി മധുവിന്റെ കല്യാണാലോചനയുമായിട്ട് കുസുമത്തിനടുത്ത് പോയ സമയത്ത് ജോയുമായിട്ട് ഇവർ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പിലായി. പതിയെ അതൊരു പ്രണയത്തിലേക്ക് കടന്നു. ജോയിയുടെ കൂടെ സംസാരിക്കാൻ ആരംഭിച്ചിട്ടാണ് എനിക്ക് എന്റെ ഐഡന്റിറ്റി പോലും എന്താണെന്ന് മനസ്സിലായത്. ഞാനെന്ന വ്യക്തിയെ ജോയി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 28 വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രണയം ഉണ്ടല്ലോ, അതെനിക്ക് കുറച്ച് നാൾ കൊണ്ട് ജോയിയുടെ അടുത്ത് നിന്ന് കിട്ടി. നമുക്കിടയിൽ പ്രണയമേ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തിനും ഒക്കെ തന്നെ എന്നെ തടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഐഡന്റിറ്റി തന്നെ ആ ഒരു വീട്ടിൽ ഇല്ലാതായിരിക്കുകയായിരുന്നു. ജോയെ കണ്ട ശേഷമാണ് എന്റെ ലൈഫിൽ അതെല്ലാം തന്നെ തിരിച്ചു കിട്ടിയത്. ഞാൻ ഇത്രയും കാലം
കാലം ആരുടെ ഭാര്യയായിരുന്നു, ആരുടെ സഹോദരിയായിരുന്നു, ആരുടെ ചേട്ടത്തിയായിരുന്നു, ആരുടെ അമ്മയായിരുന്നു. പക്ഷെ ഞാനായിരിക്കുന്നത് ഈ ഒരു ജോയിയുടെ കൂടെയാണ്. എന്നാൽ ഇത് കേട്ട് ബാനു പറയുന്നത്, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നതെന്നാണ്. ഞാൻ മകളെ പഠിപ്പിച്ച് അവളെ ജോലിക്ക് പോകാൻ അനുവദിച്ചു. നിനക്ക് ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ എതിർത്തില്ല. അതിനെല്ലാം തന്നെ ഞാൻ അലോ ചെയ്തു. എന്നാൽ ഇത് കേട്ട് കുസുമം പറയുന്നുണ്ട്, നിങ്ങൾ ആരാണ് ഇവളെ ജോലിക്ക് വിടാനും എന്നെ വർക്ക് ചെയ്യാൻ അനുവദിക്കാനൊക്കെ? നിങ്ങളുടെ ഒന്നും അനുവാദം എനിക്ക് വേണ്ട. എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇങ്ങനെ അലോ ചെയ്യുകയും ലിമിറ്റ് വയ്ക്കുകയും അനുവാദം നൽകുകയും ചെയ്യുന്നതായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. സ്വന്തം മകൾ ജോലിക്ക് പോകുന്നതിന് നിങ്ങളുടെ സഹായം വേണ്ട. അവൾ തനിയെ പൊക്കോളും. നിങ്ങൾ അതിന് അലോ ചെയ്യേണ്ട കാര്യവുമില്ല. എന്നാൽ നിന്റെ പ്രായത്തിൽ ആരും ബിസിനസ് ചെയ്യാൻ ഒരു ഭർത്താക്കന്മാരും അനുവദിച്ചിട്ടില്ല. ഈ നാട്ടിൽ അങ്ങനെ അനുവദിച്ച വ്യക്തി ഞാൻ മാത്രമാണെന്ന് അയാൾ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തെന്നാണ് ഈ പറയുന്നത്? ആ മസാലയും അച്ചാറൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. സ്വന്തം കൈകൊണ്ട് അതെല്ലാം തന്നെ ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾ ഒരു രീതിയിലും എന്നെ സഹായിച്ചിട്ടുമില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലും നിങ്ങളുടേതില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ അലോ ചെയ്യുന്നത്? പിന്നെ എന്തിനാണ് നിങ്ങൾ അലോ ചെയ്തു എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ നിങ്ങൾ എനിക്ക് ഒരു രീതിയിലുള്ള ബഹുമാനം തന്നിട്ടില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് എപ്പോഴും എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കും. ഞാൻ വെച്ചുണ്ടാക്കി തരുന്ന ആഹാരത്തിൽ തന്നെ എന്തിനു കുറ്റം കണ്ടുപിടിക്കും. എത്ര നന്നായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ അപമാനിക്കുക ചെയ്തിട്ടുള്ളൂ. അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് അതെനിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. ഇവർ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാനുവിനാണെങ്കിൽ അതൊട്ടും മനസ്സിലാക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാകും, ഇനി നീ അവനെ കാണാൻ നിൽക്കണ്ട എന്നാണ് പറയുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ബാനുവിന്റെ മകൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നടക്കുന്നത് മനസ്സിലായില്ലേ എന്ന്. എന്റെ അമ്മ പ്രണയത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മയുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും. ആ കാര്യത്തിൽ ഞാൻ അമ്മയെ എതിർക്കില്ല. ഈ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ സ്ത്രീക്കും ചില കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി. അവൻ ഇത്രയും കാലം ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അത് വളരെ മോശമാണെന്ന്. കാരണം ബാനു എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെയായിരുന്നു അവൻ മധുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവളെ എന്തിനു അലോ ചെയ്യും, അവൾക്ക് ലിമിറ്റ് വെക്കും എന്നൊക്കെ. ഒരു സ്ത്രീയുടെ ആഗ്രഹങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ആർക്കും തന്നെ ലിമിറ്റ് വെക്കാൻ സാധിക്കത്തില്ല. അത് അവളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണെന്നുള്ള സത്യം സ്ത്രീ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ സ്ത്രീ ഇത്തവണ കുസുമത്തെ സപ്പോർട്ട് ചെയ്യുന്നു. തന്റെ വൈഫിന് തന്റെ അടുക്കലേക്ക് തിരിച്ചു വരില്ല. ആ ഒരു സത്യം ബാനു മനസ്സിലാക്കി. ജോയിയും ബാനുവിനോട് പറയുന്നുണ്ട്, ഞാൻ കുസുമത്തെ പ്രണയിക്കുന്നുണ്ട്, അതിൽ എനിക്കൊരു വിഷമവുമില്ല. ഞാൻ അതിന് നിങ്ങളോട് സോറിയും പറയില്ല. നീ എന്നെ വെറുക്കുന്നത് ബാനു ചോദിക്കുമ്പോൾ കുസുമം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും വെറുക്കില്ല. പക്ഷെ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. അയാൾ വീണ്ടും അവരോട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് മാപ്പ് തരാം, നീ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. എന്നാൽ അവരതിന് തയ്യാറായിരുന്നില്ല. കുസുമത്തിന്റെ മകള് സ്ത്രീയും എല്ലാം തന്നെ കുസുമത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചേട്ടനുമായിട്ട് നിങ്ങൾ പിരിഞ്ഞാലും ഇത്ര നാൾ ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ആ ഒരു റെസ്പെക്റ്റും ആ ഒരു സ്നേഹവും എല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇനിയും തരുമെന്ന് ശ്രീ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കുസുമവും ജോയി ശ്രീയും മധു എല്ലാം തന്നെ കാറിൽ പോവുകയായിരുന്നു. ആ ഒരു ടൈമിലാണ് മധുവിന്റെ ഗ്രാമയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു വിളിക്കുന്നത്. അങ്ങനെ അവർ അവിടേക്ക് പോകുന്നു. മധുവിന്റെ കല്യാണം കാണണമെന്നായിരുന്നു ഗ്രാൻഡ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനു മുമ്പ് അവർ ഈ വീട്ടിൽ പൂജ നടത്താൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതുവരെ ഈ അമ്മ ജീവനോട് ഇരിക്കുമെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഇവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു പൂജ എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. സ്ത്രീയും പറയുന്നുണ്ട്, തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ഹെൽപ്പ് താൻ ചെയ്യാമെന്ന്. തന്റെ തെറ്റ് മനസ്സിലാക്കിയ സ്ത്രീ ആകട്ടെ മധുവിനോട് വീണ്ടും അടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ ആ ചടങ്ങുകൾക്കിടയിലെല്ലാം തന്നെ അവൻ തന്നെ മെയിൽ ഈഗോ എല്ലാം തന്നെ വിട്ടു. എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. പതിയെ അവരിൽ വരുന്ന മാറ്റം മധു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ പൂജയെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു വിഗ്രഹം വിസർജനം ചെയ്യുന്ന സമയത്ത് നല്ല മഴ പെയ്തു തുടങ്ങി. എല്ലാവരും ദൂരേക്ക് മാറിപ്പോയപ്പോൾ മധു സ്ത്രീ മാത്രം അവിടെ നിൽക്കുന്നു. സ്ത്രീ അവളോട് സംസാരിക്കാൻ ആരംഭിച്ചു. തനിക്ക് തന്റെ തെറ്റ് മനസ്സിലായെന്ന് തന്നോട് ക്ഷമിക്കണമെന്നും അവളോട് പറയുന്നു. ഞാൻ എന്റെ ചേട്ടൻ ബാനുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കുറെ കാലമായിട്ട് ഇവളോട് പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സത്യം കൂടി അവൻ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. താൻ വെർജിൻ ആണെന്നുള്ള സത്യം അവളോട് തുറന്നു പറയുന്നവൻ. ഞാൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഞാനും എന്റെ ചിന്താഗതികളെല്ലാം തന്നെ ശരിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്റെ ഫാമിലിയിൽ അങ്ങനെയൊന്നും തന്നെ ആയിരുന്നില്ല. എന്റെ ഫാമിലിയുടെ ചിന്താഗതി എങ്ങനെയായിരുന്നോ അതിനിലേക്ക് പകരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. അതുകൊണ്ട് ആ ഒരു ചിന്താഗതി എല്ലാം വിട്ട് നല്ലൊരു വ്യക്തിയായി മാറാൻ ഞാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്യുമെന്ന് കൂടി സ്ത്രീ പറയുന്നുണ്ട്. എനിക്കൊരു ചാൻസ് കൂടി തരുമോ എന്ന് അവൻ ചോദിക്കുന്നു. അവൻ അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് മധുവിന് ബോധ്യപ്പെട്ടതോടുകൂടി തന്നെ അവളാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സിലും തന്നെ ഹാപ്പിയായി. അങ്ങനെ ഇവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.